പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തോട് പറയാനുള്ളത്, ഈ ഒരു സിനിമാ നടി അവരുടെ പേരിലുള്ള പരാതി കൊടുത്തപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് വിളിച്ച് അവരോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ആ കേസിൽ അടിയന്തര നടപടി സ്വീകരിക്കുകയും കുറ്റക്കാരനായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും സാഹചര്യം നമ്മൾ കണ്ടു. നല്ല തീരുമാനം തന്നെ. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സമ്പത്തും സൗകര്യവും മറ്റ് പ്രിവിലേജുകളുമുള്ള ആളുകൾക്ക് മാത്രമേ ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങോട്ട് വിളിച്ച് അനുഭാവം പ്രകടിപ്പിക്കുകയുള്ളൂ. എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷയെ ഒരിക്കൽ പോലും ഒന്ന് വിളിക്കാൻ, ഒന്ന് നേരിട്ട് കാണാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സാധിക്കാത്ത? കേരള പോലീസിന്റെ കൃത്യവിലോപം കൊണ്ട് മാത്രം വണ്ടിപ്പെരിയാറിലെ 5 വയസ്സുകാരിയെ കൊന്ന് കെട്ടിത്തൂക്കിയ ആ നരാധമനായിട്ടുള്ള അർജുൻ എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐക്കാരൻ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടില്ലേ? എന്തുകൊണ്ടാണ് അത്തരം കേസുകളിലൊന്നും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങനെ ഒന്നും ഇടപെടാത്ത? പത്തനംതിട്ടയിൽ പോലീസിന്റെ ചവിട്ട് കെട്ടി തോളലിന് പൊട്ടി കൈയുടെ എല്ലിന് പൊട്ട് പറ്റിയ ആ പാവപ്പെട്ട സ്ത്രീയെ, ആ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ ഒന്ന് അങ്ങോട്ട് വിളിച്ച് ആശ്വസിപ്പിക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഇനി ആലപ്പുഴയിൽ തന്നെ CPM പ്രാദേശിക നേതാക്കന്മാർ പെരുവഴിയിൽ പട്ടാപ്പകൽ തല്ലി പരിക്കേൽപ്പിച്ച പെൺകുട്ടികളെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിളിച്ച് അനുഭാവം പ്രകടിപ്പിച്ചോ, ആശ്വസിപ്പിച്ചോ? പകരം ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് എടുത്തത്. നാട്ടുകാരെ രോഷം പായുന്ന അവസാനം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഞാൻ പറയുന്നത്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനായിരിക്കും ഭരിക്കുന്നത്. പക്ഷെ പിണറായി വിജയനെ ഭരിക്കുന്നത് RSS ആണെന്നുള്ള കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകും. കേരളത്തിന്റെ ചെന്താരകമായിട്ടുള്ള പിണറായി വിജയന് താമരയും കൂടി ഭരിക്കുമ്പോൾ ചെന്താമരയെ പോലുള്ള മനുഷ്യമൃഗങ്ങൾ, അതുപോലെ വന്യമൃഗങ്ങൾ നാട്ടിലെ മനുഷ്യരെ കൊന്ന് തിന്നുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വല്ലാതെ അങ്ങ് വെള്ളപൂശിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് 1ാം സ്ഥാനത്താണെന്ന് ഇവർ പറയുമ്പോൾ നമ്മൾ എല്ലാവരും അത് അംഗീകരിക്കണമെന്ന് മാത്രം ഇവർ നിർബന്ധം പിടിക്കുന്നത്.